മാർക്കോ പോലത്തെ ബ്രൂട്ടൽ സീൻസ് ഉള്ള അല്ലെങ്കിൽ വയലന്റ് സീൻസ് ഉള്ള ഒരു സിനിമ ബോളിവുഡിൽ നിന്ന് OTT റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോനു സൂദ് നായകനായ ഫത്തേ. ഇങ്ങേരെന്നെ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അതായത് സോനു സൂദിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. ഇങ്ങേരെന്നെ ഡയറക്ട് ചെയ്തു, ഇങ്ങേരെന്നെ അഭിനയിച്ച സിനിമയാണ്. ഇതിൽ നമ്മുടെ നായകൻ വന്നിട്ട് ഒരു ഏജന്റ് ആണ്. ഈ സൈബർ ക്രൈം, സൈബർ തീഫ്, സൈബർ ത്രെറ്റിനെതിരെയൊക്കെ പോരാടുന്ന ആളാണ് നമ്മുടെ നായകൻ. പക്ഷെ എന്തുകൊണ്ട് മാർക്കോ പോലത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ചെവി മുറിച്ച് വെക്കുന്നതും അതേപോലെ തന്നെ വായ കീറുന്നതും കണ്ണുകുത്തി പൊട്ടിക്കുന്ന സീൻസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ അത്യാവശ്യം ബ്ലഡ് ബാത്ത് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് പറയാം. സോ പടം തുടങ്ങുമ്പോൾ തന്നെ സീരിയസ് മോഡിലോട്ട് പോവാണ്. തമാശയും കോമാളിത്തരം റൊമാൻസ് അതിനൊന്നും നേരമില്ല പറഞ്ഞിട്ട് ഒരു 1 vs 200 ഫൈറ്റ് ആണ് കാണിക്കുന്നത്. ലോജിക് ഒക്കെ എടുത്ത് കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ടേ ഈ പടം കാണാൻ പാടുള്ളൂ. സോ ആ ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഫസ്റ്റ് 30 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒക്കെ അതിൽ വരുന്നുണ്ട്. അതൊക്കെ എന്നാ രസമായിരുന്നു. ഒരു നല്ലൊരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ നമുക്ക് കിട്ടും. പിന്നീട് അങ്ങോട്ട് ഈ വഴിമാറി ഒഴുകിയ നദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിലൊരു കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ വന്നിട്ട് വീണ്ടും ഈ ഏജന്റും കാര്യങ്ങളൊക്കെ ആവുന്നത്. പക്ഷെ അണ്ണൻ അവിടെ പോകുമ്പോ ആ കാര്യം മറക്കുകയാണ്. ഞാൻ നോക്കുമ്പോ ഞാൻ വിചാരിക്കുന്നത് ഈ കൊച്ചിനെ എന്താ രക്ഷിക്കാത്തത്? അണ്ണൻ സൈബർ ക്രൈം, സൈബർ ത്രെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്നാലെ അങ്ങോട്ട് പോയി. അവസാനം ആ കൊച്ചു പോകും. സോ ഈ സിനിമയിൽ ഒരു സീനും മറ്റൊരു സീനും തമ്മിൽ കണക്ഷൻ പറയുന്ന സാധനമില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഗോട്ടില് വിജയെ വിളിച്ച കിട്ടിയില്ല പറഞ്ഞിട്ട് റഷ്യക്ക് ഫ്ലൈറ്റ് എടുത്ത് പോയില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാവും. നെക്സ്റ്റ് മിനിറ്റ് നെക്സ്റ്റ് സീന് കാണിക്കുമ്പോൾ അണ്ണൻ ദുബായിൽ ചായ കുടിക്കുന്നുണ്ടാവും. പിന്നെ വന്നിട്ട് ഒരു യാച്ചിൽ നിൽക്കുന്നുണ്ടാവും, ഒരു ഹെലികോപ്റ്ററിൽ കയറി നിൽക്കുന്നുണ്ടാവും. രാത്രി ആകുമ്പോഴേക്കും അണ്ണൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. പക്ഷെ ഒരു മാസ് പടം കാണിക്കുക എന്നുള്ള രീതിയിൽ എടുത്തതായിരിക്കും. പക്ഷെ സ്റ്റൺസ് ഒക്കെ വേറെ ലെവലാട്ടോ. ഫൈറ്റ് ഒക്കെ വേറെ ലെവൽ ഫൈറ്റ് ആണ്. അതിൽ ജാക്വലിന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, കിട്ടില്ലെന്ന് വേണം പറയാം. അത്ര അടിപൊളി ഫൈറ്റ് സീനാണ്. ജാക്വലിനെ പിന്നെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊച്ചാണ് ഹാക്കറാണ്, ആ കൊച്ചിനെ കണ്ടാൽ തട്ടും, ആ ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ആള് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ അൺവാണ്ടഡ് ക്യാരക്ടേഴ്സിന്റെ ആവശ്യമില്ല തോന്നി. പക്ഷെ ഓവറോൾ ഒരു ഡീസന്റ് വാച്ച് അല്ലെങ്കിൽ ഒരു 1 ടൈം വാച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല തോന്നി. കാരണം ഈ ഫൈറ്റ് സീനും ഇങ്ങനെ ഗണ്ണ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ അടിപൊളിയായിരുന്നു. സോനു സൂദ് നല്ലോണം കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ലാസ്റ്റ് പാർട്ട് 2 എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. അത് പറയപ്പാണ്. നമ്മുടെ ജ്യോതിക ഈ ഇടയ്ക്കൊക്കെ പറയണ്ടായിരുന്നു ബോളിവുഡിലാണ് വുമൺ സെൻട്രിക് സിനിമാസിന് ആൾക്കാരുള്ളത്, വുമൻസിനെ റെസ്പെക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ നമ്മൾ നോക്കുമ്പോൾ അനുരാഗ് കശ്യപ് ബോളിവുഡിൽ ഒരു മാറ്റമില്ല പറഞ്ഞിട്ട് അങ്ങേര് ഇന്ത്യയിലോട്ട് മറ്റേ സൗത്തിലോട്ട് വരികയാണ്. ഈ ചേച്ചിയാണെന്ന് വെച്ചാൽ നേരെ ബോളിവുഡിലോട്ട് പോകണം. ഐ തിങ്ക് ഷീ ഈസ് ഒബ്സെസ്ഡ് വിത്ത് ഹിന്ദി സിനിമാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഈ ജ്യോതികയുടെ ഹസ്ബൻഡായ സൂര്യയുടെ സുററൈ പൊട്ടറും അതേപോലെ തന്നെ ജയ് ഭീമും വേണമെങ്കിൽ നമ്മൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാം. അതില് മറ്റേ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഈവൻ ഹീറോനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇപ്പൊ ഇവര് പറയുന്നത് ജ്യോതികയാണ് സൂര്യയുടെ സിനിമയൊക്കെ സെലക്ട് ചെയ്യണമെന്നല്ലേ. അപ്പൊ ഇവിടെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ? ജ്യോതികയെ മെർസൽ സിനിമയിൽ നിത്യ മേനോന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര ചെയ്തില്ല. പക്ഷെ അതും ഒരു കിടിലൻ ക്യാരക്ടർ ആയിരുന്നു. അത്യാവശ്യം സ്ക്രീൻ